ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബ്രെഡ് റോൾ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായിട്ട് ഞാനൊരു 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിരിക്കുന്നതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിരിക്കുന്നതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ച മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന് പകരമായിട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിരിക്കുന്നതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഒരു 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചെറുതായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം 1 കപ്പ് ചിക്കൻ പൊടിച്ചതുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, അത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. നമുക്കൊരു 10 പീസ് ബ്രെഡ് എടുത്ത് സൈഡ് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുറിച്ചെടുത്ത ബ്രെഡ് ഒന്ന് നനച്ച് കൊടുക്കാം. വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം അധികമായിട്ടുള്ള വെള്ളം നമുക്ക് പിഴിഞ്ഞ് കളയണം. ഇനി നമുക്ക് ബ്രെഡിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ് ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത് ഈ ബ്രെഡിലേക്ക് വെച്ചതിന് ശേഷം സൈഡും എല്ലാ വശവും നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ വശവും നന്നായി പ്രസ് ചെയ്തെടുത്തില്ലെങ്കിൽ വറുക്കുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്ത് വേണം വയ്ക്കാനായിട്ട്. ഓരോ റോളുകൾ ഇതുപോലെ ഉരുട്ടി നമുക്ക് എടുക്കാം. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ റോളുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും നല്ല ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ വറുത്തോരിയെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റോള് തയ്യാറായി. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.